ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ KSRTC ബസ്സിൻ്റെ പാർട്ട് 6 വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഡാഷ് ബോർഡും അതുപോലെ തന്നെ വണ്ടിയുടെ എഞ്ചിൻ്റെ കവറും പിടിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഡാഷ് ബോർഡ് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി ഇതേപോലെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഗൈസ്, ഇതിൻ്റെ അളവിലുള്ള. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പശ ഉപയോഗിച്ച് സെറ്റ് ചെയ്യുക. നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ച് വെക്കാൻ ശ്രമിക്കണം കേട്ടോ ഗൈസ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അടിയിലും കൂടെ ഒരു പീസ് വെച്ച് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വേറൊരു പീസ് കട്ട് ചെയ്തിട്ട് കുറച്ച് വളച്ചെടുക്കണം ഗൈസ്. വളച്ചെടുത്ത പീസ് നമ്മൾ അതിൻ്റെ അടിയിലേക്ക് ഇറക്കി വെച്ചാൽ മതി. സിമ്പിളായിട്ട് തന്നെ ഇരുന്നോളൂ. അതിനുശേഷം നമ്മൾ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. സൈഡിൽ ഇങ്ങനെ ഇരിക്കണം ഗൈസ്, വളഞ്ഞ്. പക്ഷേ എൻ്റെ പകുതി മതി കേട്ടോ. ബാക്കി ആ ഡ്രൈവറിൻ്റെ അങ്ങോട്ട് നമ്മൾ പീസ് വെക്കുന്നില്ല, കണ്ടോ, അതുപോലെ മതി. അതിനുശേഷം നമ്മൾ പശ വെച്ച് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ നമ്മളത് ഒട്ടിക്കുക. രണ്ട് സൈഡിലും മേളിലും താഴെയൊക്കെ ആയിട്ട് ഒട്ടിച്ച് സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ കവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഒരു വരച്ച് കട്ട് ചെയ്തെടുത്തൊരു പീസാണ്. ഇനി നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മേളിലത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ അടിയിലത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ അടിയിലത്തെ ഭാഗം കട്ട് ചെയ്തത് കുറച്ച് പൊക്കി ചെരിച്ച് വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കണം. വളച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അതിന് ശേഷം നമ്മൾ മറ്റേ കട്ട് ചെയ്തതും എടുത്ത് അതിൻ്റെ നേരെ ഒട്ടിച്ചെടുക്കണം. ഈ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമേ നമ്മൾ ഒട്ടിച്ചെടുക്കണം. ഒരു പെട്ടി പോലത്തെ ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അത് വളച്ചതിന് ശേഷം വളവുള്ള ഭാഗത്തൊക്കെ വളച്ചതിന് ശേഷം നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അത് അതിന് ശേഷം നമ്മൾ മണ്ടത്തെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നാൽ നമുക്ക് നല്ല രീതിക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മളത് പശയൊക്കെ ഇട്ട് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചെടുക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി ആ മണ്ട ഭാഗത്ത് നിൽക്കുന്ന പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ ഈ ബസ്സിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടും 3ഉം 4ഉം 5ഉം പാർട്ടുകൾ നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ ഗൈസ്. ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്തുണ്ട് ഇതിൻ്റെ എല്ലാ വീഡിയോസും. നമ്മൾ ഷോർട്ടും ലോങ്ങും നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇതിൻ്റെ ഭാഗങ്ങളാണ് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയും. ഈ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ സെറ്റാക്കിയാൽ മതി. നല്ല രീതിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് 4 സൈഡൊന്ന് ഉരച്ച് സെറ്റാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിയിലത്തെ ഭാഗം കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് എടുത്തിട്ടുമുണ്ട്.
ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് വേറൊരു പീസ് അടി വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുക. നമ്മളിനി ഇതൊന്ന് വണ്ടി വെച്ച് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളൊന്ന് വെച്ച് നോക്കുകയാണ് ഗൈസ്, കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അടിഭാഗത്ത് കുറച്ച് പീസ് കട്ട് ചെയ്ത് സാൻഡ് പേപ്പർ ഇട്ട് കുറച്ച് നമ്മൾ കുറച്ചിങ്ങനെ ചെരിവ് പോലെ ആക്കിയെടുത്തത് ഗൈസ്. പിന്നെ നമ്മൾ ഗിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗിയർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ലോലിപോപ്പിൻ്റെ സ്റ്റിക്കും പിന്നെ ഈ ഫോം ഷീറ്റ് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്താണ് ഗൈസ്. നമ്മൾ പുട്ടിയാക്കിയിട്ട് ഗിയർ പോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വരയിട്ട ഭാഗത്തൊക്കെ ചെറിയ പീസ് ഇങ്ങനെ ഫോം ഷീറ്റിൻ്റെ ഒട്ടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഫോം ഷീറ്റിൻ്റെ പീസ് ഇതുപോലെ കട്ട് പറഞ്ഞ് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ വരച്ച ഭാഗത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി ഗൈസ്. ആ വരച്ച ഭാഗത്തെല്ലാം നല്ല രീതിക്ക് തന്നെ പശ വെച്ച് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പുട്ടിയാക്കിയിട്ട് കുറച്ച് നമ്മൾ ഷേപ്പാക്കി എടുക്കുന്നതായിരിക്കും. അതിന് ശേഷമായിരിക്കും നമ്മൾ പെയിൻ്റ് അടിക്കുക. അപ്പോൾ നമ്മളിവിടെ 2 സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്, 2 പീസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ആ കുഞ്ഞായിട്ടുള്ള പീസൊക്കെ ഒട്ടിക്കണം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ആ പീസുകൾ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ഒട്ടിച്ചത് ഗൈസ്. അപ്പോൾ ഇത്ര ഉള്ളത് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു എൻജിൻ കവർ നമ്മുടെ KSRTC ബസ്സിന് ഉണ്ടാക്കിയെടുക്കാനുള്ളതായിരിക്കും. ആ വീഡിയോ നമ്മൾ ചെയ്ത് സിമ്പിളായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ ഗൈസ്. നമ്മൾ ഡാഷ്ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ബസ്സിൽ വെച്ച് നോക്കിയപ്പോഴും വലിയ സീനില്ല ഗൈസ്, അടിപൊളിയായിട്ട് തന്നെ സെറ്റായി ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ബസ്സിൻ്റെ തന്നെ അടുത്തൊരു പാർട്ട് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. പിന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.